തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. റാന്നി സ്വദേശി ഹരിലാലാണ് പിടിയിലായത്. പോലീസിനെ കബളിപ്പിക്കാനാണ് വ്യാജ സന്ദേശം അയച്ചതെന്നാണ് പ്രതിയുടെ വിചിത്രമായ മൊഴി. പ്രതിയുടെ ആദ്യത്തെ വ്യാജ ബോംബ് ഭീഷണിയല്ല ഇത്. നേരത്തെ മെട്രോയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം അയച്ചതും താൻ തന്നെയാണെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 24-നാണ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഫോൺ സന്ദേശം വന്നത്. 2 മണിക്കൂറിൽ ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശം. പിന്നാലെ പോലീസ് ആകെ വട്ടം കറങ്ങി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തുടർന്നാണ് സന്ദേശം വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയത്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് പ്രതിയിലേക്കെത്തി. പത്തനംതിട്ട സ്വദേശിയായ ഹരിലാലിനെ പോലീസ് സമർത്ഥമായി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. തുടർ ചോദ്യം ചെയ്യലിൽ പോലീസിനെ കബളിപ്പിക്കാനാണ് ഇല്ലാ ബോംബുകഥ എന്നാണ് പ്രതിയുടെ ആവർത്തിച്ചുള്ള മൊഴി. ഇയാള് ഇതൊരു ഹാബിറ്റ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊരു കാരണം ഇയാൾ പറയുന്നില്ല. ഇയാൾക്ക് ഇതൊരു ഒരു മാനിയ പോലെ എന്ത് ചെയ്യുന്നു, ഇയാൾ ആൾക്കാർ ഇത്തരത്തിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഏജൻസികളെ വട്ടം ചുറ്റിക്കുക, അതാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ നേരത്തെ തിരുവനന്തപുരം സിറ്റി ടവർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത് KSRTC തൊട്ടടുത്ത് ഈ അടുത്ത് തുടങ്ങിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഇയാൾ സപ്ലയർ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെയാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. പ്രതി മുൻപ് തമ്പാനൂരിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്നും ചെങ്ങന്നൂരിലെ പല ഹോട്ടലുകളിലും സപ്ലയറായി ജോലി നോക്കി. ഏറ്റവും ഒടുവിൽ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനടുത്തെ ഹോട്ടലിൽ ജോലിക്കെത്തുകയും മോശം പെരുമാറ്റത്തെ തുടർന്ന് പ്രതിയെ പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. വ്യാജ ഭീഷണി സന്ദേശം മുഴക്കിയ ദിവസം പ്രതി ഈ ഹോട്ടലിലെ ജീവനക്കാരനെയും വിളിച്ചിരുന്നു. ഈ ഫോൺ കോളാണ് പോലീസ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. കൊച്ചി മെട്രോയിൽ ബോംബ് വെച്ചെന്ന വ്യാജ സന്ദേശം അയച്ചതും ഹരിലാലാണ്. ഇയാൾ സ്ഥിരം കുറ്റവാളിയെന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 5 കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. തിരുവനന്തപുരം.